ബെവ്കോ ഔട്ട്ലെറ്റുകൾ വഴി മദ്യം വാങ്ങുമ്പോൾ 20 രൂപ ഡെപ്പോസിറ്റ് ഈടാക്കാനുള്ള തീരുമാനം നടപ്പിലാക്കുക ഓണത്തിന് ശേഷം മാത്രം. സെപ്റ്റംബർ 2 മുതൽ ഈ പദ്ധതി നടപ്പിലാക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. കുപ്പി ശേഖരണം ഓണക്കാലത്തെ മദ്യക്കച്ചവടത്തെ ബാധിക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ബെവ്കോ സർക്കാരിനോട് സാവകാശം തേടിയിരുന്നു. സംസ്ഥാനത്ത് പ്രതിവർഷം 51 കോടി മദ്യക്കുപ്പികളാണ് വിറ്റുപോകുന്നത്. മദ്യപാനത്തിന് ശേഷം കുപ്പികൾ വഴിയിൽ ഉപേക്ഷിക്കുന്നത് പരിസ്ഥിതിക്ക് വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നതെന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കുപ്പി ശേഖരണത്തിന്റെ തമിഴ്നാട് മോഡൽ ഇവിടെയും കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചിരുന്നത്. എല്ലാവിധ മദ്യക്കുപ്പികൾക്കും 20 രൂപ ഈടാക്കിക്കൊണ്ട് കുപ്പി തിരിച്ചു കൊടുക്കുമ്പോൾ ഈ പണവും തിരികെ നൽകാനായിരുന്നു സർക്കാർ തീരുമാനം. എന്നാൽ കുപ്പി ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പണം നൽകുന്ന പദ്ധതി ഓണത്തിന് ശേഷം മാത്രം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനായി ബെവ്കോ സാവകാശം തേടുകയും സർക്കാർ അത് അംഗീകരിക്കുകയുമായിരുന്നു. 54,000 ജീവനക്കാരാണ് ബെവ്കോയ്ക്കുള്ളത്. ഓണക്കാലത്തെ വലിയ തിരക്കിനെ നേരിടാൻ ഈ ജീവനക്കാർ മതിയാകാതെ വരും. കരാർ ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തിയാലും ബോട്ടിൽ ശേഖരണത്തിനായി വേറെ കൗണ്ടർ തുറക്കുകയും അതിനായി ചില ജീവനക്കാരെ നിയോഗിക്കുകയും ചെയ്യുന്നത് പ്രായോഗികമായി പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നായിരുന്നു ബെവ്കോയുടെ വാദം. ഇക്കാര്യം എക്സൈസ് വകുപ്പിനെ ബെവ്കോ അറിയിക്കുകയായിരുന്നു.